മാട്രിമോണി സത്യസന്ധമായ ആലോചനകൾ, സന്തോഷകരമായ വിവാഹങ്ങൾ. തിരികെ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിനെ കുരുക്കി കൂടുതൽ മൊഴികൾ. ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ മൊഴികൾ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനധികൃതമായ എല്ലാ സഹായങ്ങളും ഈ പത്മകുമാർ നൽകി എന്നാണ് ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുണ്ടായിരിക്കുന്നത്. അതായത് പത്മകുമാറിന് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. അറസ്റ്റ് ഉടൻ ഉണ്ടാകും, അറസ്റ്റല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്ന തരത്തിൽ തന്നെയാണ് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മുന്നിലുള്ളത്. അതായത് എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പത്മകുമാറിനെ SIT സംഘത്തിന് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം തെളിവുകൾ പത്മകുമാറിന് എതിരാണ്, അത്രത്തോളം മൊഴികളും പത്മകുമാറിന് എതിരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും പ്രജിത്ത് മോഹനൻ ചിരിയാണ്. പ്രജിത്ത്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള കുരുക്കാണ് പത്മകുമാറിന് നേരെ ഉണ്ടായിരിക്കുന്നത്. മൊഴികൾ അത്രത്തോളം എതിരാണ്. ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരം മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാവിധ സഹായങ്ങളും പത്മകുമാറാണ് ഒരുക്കി നൽകിയത്. എന്തിന് ഇഷ്ടം പോലെ മുറികൾ ദേവസ്വം ബോർഡ് നൽകി. സ്വന്തം പ്രസിഡന്റിന്റെ മുറികൾ പോലും പോറ്റിക്ക് ഉപയോഗിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അതായത് കള്ളന് കഞ്ഞിവെച്ചവൻ തന്നെയാണ്, അല്ലെങ്കിൽ പോറ്റിക്കും മുകളിലുള്ള കള്ളൻ തന്നെയാണ് പത്മകുമാർ എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാകുന്നത്, അല്ലേ? അങ്ങനെയാണ് KP. ഇപ്പോൾ പുറത്തു വരുന്ന ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിന് മുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള, അല്ലെങ്കിൽ പത്മകുമാറുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം, പത്മകുമാറിന് മുകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള സ്വാധീനം എന്നിവയെല്ലാം വ്യക്തമാക്കുന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ശബരിമലയിൽ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴികളാണ്. അവർ കൃത്യമായി പറയുന്നു, 2019 കാലത്ത് ഈ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രത്യേക സൗകര്യങ്ങൾ പത്മകുമാർ ഒരുക്കി നൽകിയിരുന്നു എന്നുള്ളത്. അതിലൊന്ന്, ശബരിമലയിൽ ഗസ്റ്റ് ഹൗസുകളിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും മുറികൾ അത് ബുക്ക് ചെയ്യാനൊക്കെയുള്ള സംവിധാനവും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരുന്നു, മുറികൾ അനുവദിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ചില അവസരങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വന്തം മുറി വരെ, ശബരിമലയിലെ സ്വന്തം മുറി വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉപയോഗിക്കാൻ നൽകിയിരുന്നു എന്നുള്ള കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുക്കൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കൾ എന്നിവരായി എത്തുന്ന എല്ലാവർക്കും ശബരിമലയിൽ ഇത്തരം സൗകര്യങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ളതും ഉദ്യോഗസ്ഥരുടെ മൊഴികളിൽ വ്യക്തമാണ്. അതായത് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധമാണ് അന്നത്തെ ഉദ്യോഗസ്ഥരുടെ മൊഴികളിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു വശം, ഈ ശബരിമലയിലെ പൂജകളുടെയൊക്കെ പേരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതര സംസ്ഥാനങ്ങളിൽ നിരവധി പണപ്പിരിവൊക്കെ നടത്തിയതായി നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ പൂജകളൊക്കെ ശബരിമലയിൽ നടത്തുന്നതിനുള്ള, അതിന് ബുക്കിങ്ങിനും അത് നടത്തുന്നതിനുമുള്ള പ്രത്യേക സൗകര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെക്കാളും ഈ ബുക്കിങ്ങിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻഗണന ലഭിച്ചിരുന്നതായും ഈ നേരത്തെ ശബരിമലയിലടക്കം ജോലി ചെയ്തിരുന്ന ദേവസ്വത്തിലെ വിവിധ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളിൽ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതായത് ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള അടുത്ത ബന്ധം സൂചിപ്പിക്കാനും, ഒപ്പം ഈ ശബരിമലയിൽ നടയടച്ചിട്ടിരുന്ന ദിവസങ്ങളിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് എത്തിയിരുന്നു, അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പിന്തുണയും അനുവാദവും ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വന്തം മുറി പോലും ചിലപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരുന്നു എന്ന് പറയുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ താമസ സൗകര്യം ഒരുക്കി നൽകാൻ അത്രമേൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് അതിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്ന പത്മകുമാർ തമ്മിലുള്ള അടുത്ത ബന്ധം കൂടുതൽ തെളിവായിരിക്കുന്ന സാഹചര്യത്തിൽ, വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാതെ മറ്റു തരമില്ല എന്ന സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണ സംഘമുള്ളത്. KP പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തെളിവുകൾ പത്മകുമാറിന് എതിരാകുന്നു, മൊഴികൾ എതിരാകുന്നു. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടി വരും. എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാലും രക്ഷയില്ല എന്നർത്ഥമല്ലേ? അങ്ങനെ തന്നെയാണ് KP. കാരണം തെളിവുകൾ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് കടക്കാതെ തരമില്ല എന്നുള്ള വഴിയിലേക്കാണ് അന്വേഷണ സംഘം പോകുന്നത് എന്നുള്ളതാണ്. കാരണം അന്വേഷണ സംഘത്തിന് ഇതിൻ്റെ റിപ്പോർട്ട് പീരിയോഡിക്കലി കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതനുസരിച്ച് ഇതിലുണ്ടാകുന്ന കണ്ടെത്തലുകൾ, തങ്ങൾ ഏത് ഘട്ടം വരെ എത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ കോടതിയുടെ മുന്നിലെത്തി പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണങ്ങൾ വിശദീകരിക്കേണ്ടി വന്നാൽ എന്തുകൊണ്ടത് അങ്ങനെ നടന്നു എന്ന് കോടതി ചോദിക്കുകയും പത്മകുമാറിൻ്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ വേണമെന്നുള്ള നിർദ്ദേശം കോടതി നൽകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ അന്വേഷണമാണ്.
അന്വേഷണത്തിൻ്റെ പുരോഗതിക്ക് അനുസരിച്ചായിരിക്കും ഓരോ നടപടിക്രമങ്ങളും എന്നുള്ളതാണ് SIT വ്യക്തമാക്കുന്നത്. നേരത്തെ വാസുവിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ശബരിമലയിൽ ഈ പിടിച്ചെടുത്ത സ്വർണം ശബരിമലയിൽ തന്നെയാണോ എന്ന് വ്യക്തമാക്കുന്നതിനുള്ള ശാസ്ത്രീയമായ പരിശോധനകൾ സന്നിധാനത്ത് നിന്ന് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതും. പത്മകുമാറിനും ഉണ്ണികൃഷ്ണൻ പൊറ്റിയും തമ്മിലുള്ള ബന്ധം അത് വളരെ ആഴത്തിലും അടുപ്പത്തിലുമുള്ളതായിരുന്നു എന്നുകൂടി വ്യക്തമാക്കുന്ന ഈ മൊഴികൾ ഇപ്പോൾ പുറത്തു വരുന്നത്. KP അത് തന്നെയാണ്, അതിനിർണായകമായ മൊഴികൾ തന്നെയാണ് ഈ പത്മകുമാറിനെതിരെ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. തെളിവുകളും പത്മകുമാറിന് എതിരാണ്. അതുകൊണ്ട് തന്നെ അനിവാര്യമായ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. കേസിൽ പ്രഥമ ദൃഷ്ട്യാ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് EDയുടെ വാദം. കേസിന്റെ FIR അടക്കമുള്ള രേഖകൾ വേണമെന്ന EDയുടെ ആവശ്യം നേരത്തെ റാന്നി മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ED ഹൈക്കോടതിയെ സമീപിച്ചത്. വിശദാംശങ്ങളുമായി